സ്നേഹമല്ലേ നീ, നിത്യസ്നേഹമല്ലേ നീ. അല്പം സ്നേഹം ചോദിച്ചപ്പോ നിൻ ജീവനല്ലേ നീ തന്നത്. ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ ആമേൻ. ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 13-ാമത്തെ വാക്യമാണ്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാട്ടെ. യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് പോയി പഠിക്കുവിൻ. ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ വിളിക്കുവാൻ വന്നത് എന്ന് പറഞ്ഞു. കർത്താവിനത് പറയുന്നൊരു വാക്ക് കേട്ടോ. യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു. പലപ്പോഴും ഭയങ്കര ഓവർ സ്പിരിച്വാലിറ്റി ആയിട്ട് മാനുഷികമായ പല കാര്യങ്ങളും ചെയ്യുവാൻ കഴിയാത്തവരായി നിൽക്കുന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. കർത്താവ് പറയുന്നൊരു കാര്യമാണ്, യാഗമെന്ന് പറയുന്നത് ഒരു ദൈവികമായ കാര്യമാണ്. കരുണ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാണ്. ഈ ജനം മുഴുവൻ നിയമത്തിൽ തന്നെ നിൽക്കുകയാണ്, ഇസ്രായേൽ ജനം അല്ലെങ്കിൽ യഹൂദൻ. പക്ഷെ കർത്താവ് അതിനകത്ത് പാപിയുടെ ഇടയിൽ, ചുങ്കക്കാരുടെ ഇടയിൽ, ആവശ്യക്കാരുടെ ഇടയിൽ നിൽക്കുകയാണ്. അവർക്കത് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. അവിടെയാണ് കർത്താവ് പറയുന്നത്, യാഗത്തിലല്ല കരുണയിലാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിനകത്ത് കർത്താവുമായുള്ള ബന്ധത്തിൽ നിൽക്കുമ്പോൾ തന്നെ അനേകർക്ക് ഒരു അനുഗ്രഹമാകാനും നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒരു കപടഭക്തരായി തുടരാൻ സാധ്യതകൾ കൂടുതലുള്ള ഒരു കാലമാണ് ഈ കാലം. അങ്ങനെ ഒന്നാകാതെ ഒരു കരുണയുടെ ഹൃദയം നമുക്കുണ്ടാകട്ടെ. യേശുവിൻ്റെ അത്ഭുതങ്ങൾ മുഴുവൻ നടന്നത് കരുണയുടെ സ്വഭാവത്തിലാണ്. കരുണ. കുഷ്ഠരോഗികൾ യേശുവിൻ്റെ അടുക്കൽ വന്നത് യാഗത്തിൻ്റെ കെറോഫിലല്ല, കരുണയുടെ കെറോഫിലാണ്. ഒരു പുരോഹിതനടുക്കലും കുഷ്ഠരോഗി ചെല്ലത്തില്ല, കാരണം വരാൻ പറ്റത്തില്ല. എന്നാൽ കുഷ്ഠരോഗി വന്ന് യേശുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുമ്പോൾ യേശുവിനറിയാം, ഇവർ പ്രമാണത്തിനപ്പുറത്ത് കരുണയിൽ ചലിക്കുന്ന ആളാണ്. ഞാൻ ഈ സന്ദേശം പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, ആ യേശുവിനെ പോലെ വെറും ഭക്തന്മാരായി അഭിനയിക്കുകയല്ല, ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ദിവ്യ സ്വഭാവങ്ങൾ നമ്മിലൂടെ പുറത്തു വരുന്ന ഒരു അനുഭവം ഉണ്ടാകട്ടെ. കർത്താവ് പറയുകയാണ്, ദൈവം പ്രസാദിക്കുന്നത് യാഗത്തിലല്ല കരുണയിലാണ്. കരുണ ന്യായവിധിയെ ജയിക്കും. കർത്താവ് നമ്മളെ കരുണാപാത്രങ്ങളായി തീർത്തിരിക്കുന്നു. ദൈവത്തിന്റെ കരുണ വെളിപ്പെട്ടപ്പോഴാണ് നമുക്ക് ശുശ്രൂഷ ലഭിച്ചത്. ദൈവത്തിന്റെ കരുണ വെളിപ്പെട്ടപ്പോഴാണ് നമുക്ക് ക്ഷമ ലഭിച്ചത്. ദൈവത്തിന്റെ മഹാകരുണയാലാണ് പാപികളിൽ ഒന്നാമനായ നമ്മൾ രക്ഷപ്പെട്ടത്. അതെ, ദൈവം നമ്മോട് കരുണ കാണിച്ചതുകൊണ്ട് നമുക്കും സമൂഹത്തോട് കരുണയുള്ളവരായിരിക്കാം. യാഗത്തിലല്ല
കരുണയിലത്രേ ദൈവം പ്രസാദിക്കുന്നത്. അത് പോയി പഠിപ്പി. ഹല്ലേലൂയ. നീതിമാന്മാരെ അല്ല, പാപികളെ അത്രേ വിളിപ്പാൻ അവൻ വന്നത്. ഞാൻ തികഞ്ഞവനാണ്, എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നവരെ അല്ല കർത്താവ് തിരയുന്നത്. തകർന്നു പോയി സ്വർഗത്തിലേക്ക് പോലും നോക്കാൻ കഴിയാതെ മാറത്തടിക്കുന്ന ആ പാപിയെയാണ് നീതീകരിക്കാൻ കർത്താവ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് കരുണയുള്ളവരായി ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് രാവിലെ ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങൾ കരുണയുള്ളവരായിരിക്കാൻ പരിശുദ്ധാത്മാവെ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. കർത്താവ്, ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തിയെ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കർത്താവെ, അവരോട് കർത്താവ് ഞങ്ങളോടെല്ലാം കരുണ കാണിക്കുന്നതിന് നന്ദി പറയുന്നു. അതുപോലെ കർത്താവെ, ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളെ കൊണ്ട് കർത്താവ് ഞങ്ങൾ അനേകർക്ക് കർത്താവ് യേശുവിൻ്റെ സ്വഭാവത്തിൽ നിന്ന് കർത്താവെ ചെയ്യുവാൻ പരിശുദ്ധാത്മാവെ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്ന ഒരു ജീവിതം ഞങ്ങൾക്ക് നൽകണം. യേശുവിൻ്റെ നാമത്തിൽ വചനം കേൾക്കുന്ന ഈ വ്യക്തിയെ അനുഗ്രഹിക്കുന്നു. അവരിലൂടെ അനേകർ യേശുവിനെ കാണുവാൻ തക്കവണ്ണം അവർക്ക് കർത്താവിൽ കരുണയുടെ ഹൃദയത്തിൽ, മനസ്സലിവിൻ്റെ ഹൃദയത്തിൽ, അനുകമ്പയുടെ ഹൃദയത്തെ അങ്ങ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കരുണയുള്ളവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കരുണയാൽ ഞങ്ങൾക്ക് വെളിപ്പെട്ട കൃപയും അഭിഷേകവും ശുശ്രൂഷയും ഒക്കെ മറ്റുള്ളവരോടും കരുണയോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യാഗത്തിലല്ല, കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്നത് പഠിക്കാൻ കൃപ തരണമേ. ഒരു കരുണയുള്ള ജീവിതം ഞങ്ങൾക്ക് തരണമേ. അനേകരുടെ അനുകമ്പയോടെ ഇടപെടുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. കപടവിശ്വാസികളാക്കി ഞങ്ങളെ തീർക്കരുതേ. കർത്താവിൻ്റെ സ്നേഹം വെളിപ്പെടുത്തി സമൂഹത്തിനെയും ഒരു അനുഗ്രഹപ്രദമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. തകർന്നുപോയ ഒത്തിരി പേരെ കൈപിടിച്ച് പുറത്തു കൊണ്ടുവരാൻ ഞങ്ങളെ ഉപയോഗിക്കണമേ. ഞങ്ങളെ മുഴുവനും ദൈവത്തിൻ്റെ കൃപയിൽ പൊതിഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ജനത്തെ അനുഗ്രഹിക്കുന്നു. ഈ വചനം കേൾക്കുമ്പോൾ അവരുടെ ഉള്ളിലെല്ലാം ഒരു കരുണയുടെ ഹൃദയം വെളിപ്പെട്ടു വരട്ടെ. ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. കർത്താവിൻ്റെ എല്ലാ ബ്ലെസ്സിങ്ങും നന്മകളും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ചിലരോടൊക്കെ കനിവും കരുണയും തോന്നുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കും. നിങ്ങൾ നിമിത്തം രക്ഷ പ്രാപിക്കുന്ന ഒത്തിരി പേരുണ്ടാവും. ഗോഡ് ബ്ലസ് യു. ശലോം. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.